ഹലോ മക്കളെ, നമ്മുടെ ലാസ്റ്റ് എക്സാമിനേഷൻ ബയോളജി പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഇനി ബയോളജി പഠിക്കേണ്ട സമയമാണ്. ഈ സമയം ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും, എവിടുന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും പലരും നിൽക്കുന്നത്. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ട്, പക്ഷെ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എല്ലാ ചാപ്റ്ററിലും വരുന്ന ഡയഗ്രാംസിനാണ്. കാരണം ബയോളജിയിലെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വായിക്കുന്ന സമയത്തും അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് നമുക്ക് ടെക്സ്റ്റോ നോട്ട്സോ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ എഴുതുന്ന ഷോർട്ട് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ പിന്നീട് റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിപ്പോൾ തന്നെ ചെയ്യുക, കാരണം വളരെ ഷോർട്ട് ടൈമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സാമ്പിൾസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു 3 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അതായത് ബയോളജി ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്ലാൻ കിങ്ഡം ഉണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്. സോ അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ ഇത്തരം ചാപ്റ്റേഴ്സിലുള്ള എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം കൂടി പലയിടത്തായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് ഒന്ന് റീകളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു നോട്ടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫൈലം കോർഡേറ്റ് അല്ലെങ്കിൽ ഫൈലം അനലിഡയെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈലം അനലിഡ എന്നൊരു ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ ഓരോന്നിലെയും എക്സാമ്പിൾസ്, ഏറ്റവും നല്ലത് ഒരു ചാപ്റ്ററിലെ എക്സാമ്പിൾസ് എല്ലാം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. കാരണം നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഈസിലി മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾസ് എല്ലാം തന്നെ നിങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നീട് പേജസ് മറിച്ച് നോക്കുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഫ്ലോ ചാർട്ട്സ്, ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാം ഒന്ന് കാണുക. കാരണം ഫ്ലോ ചാർട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫ്ലോ ചാർട്ട്സ്. കാരണം ഫ്ലോ ചാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ബയോളജിയിൽ ഷുവർ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ അത് ഡിഫറൻഷിയേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പലതും പഠിക്കുമ്പോൾ ഇപ്പോൾ പോയിക്കുലർ ടേംസ് ആൻഡ് ഹോമിയോ ടേംസ് അത് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക, ഏതൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട്, അതായത് എല്ലാം പഠിച്ച് തീർത്തിട്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ കിടക്കരുത്. പകരം ഒരു പ്രാവശ്യം നിങ്ങളിപ്പോൾ എല്ലാം നോട്ട് ചെയ്തില്ലേ, അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. റിവൈസ് ചെയ്യാതെ നിങ്ങൾ കിടന്നാൽ തലച്ചോറിൽ ഒന്നും കാണത്തില്ല. പിറ്റേന്ന് എക്സാമിന് പോകുമ്പോൾ പഠിച്ചു പക്ഷെ മറന്നുപോയി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബയോളജിയിൽ എല്ലാം മറന്നു പോകാനുള്ള കാരണം നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. 1 or 2 പ്രാവശ്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് റിവൈസ് ചെയ്താൽ ഉറപ്പാണ് അത് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി റീകളക്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. അടുത്തത്, ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കൂടി 2 കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഒന്ന്, വൈകുന്നേരം 7 മണിക്കുള്ള നമ്മുടെ സൂപ്പർ 60. അതിൽ പറയുന്ന പോയിന്റ്സും അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ റിലവൻ്റ് ആയിരിക്കും. എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂപ്പർ 60ൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവിടെ നമ്മൾ കൂടുതലും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈസിലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കുറേ പോയിന്റ്സ് മോർണിംഗ് ബൂസ്റ്റർ, രാവിലെ 6 മണിക്കുള്ള മോർണിംഗ് ബൂസ്റ്ററിൽ നിന്ന് കിട്ടും. ഇത് രണ്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ബയോളജിക്ക് A+ ഷുവർ ആണ്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം 7 മണിക്കുള്ള സൂപ്പർ 60ൽ കാണാം.